കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ സബ്ജക്റ്റും അവർക്ക് ആദ്യമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം അതിനെ പഠിപ്പിക്കുന്ന ചിലപ്പോൾ രീതികൾ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. ഓരോ സ്കൂളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ലോജിക്കൽ എബിലിറ്റി ഉള്ളൊരു കുട്ടിക്കാണെങ്കിൽ കുറച്ചും കൂടിയും ആപ്റ്റിറ്റ്യൂഡ് ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ടാക്കിൾ ചെയ്യാൻ കുറച്ചും കൂടി കഴിവുണ്ടാവും. അപ്പം ആ കുട്ടീനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് പോലെ അത്യാവശ്യം ലോജിക്കൽ എബിലിറ്റി ഇല്ലാത്തൊരു കൊച്ചിനെ നമ്മൾ മാത്സ് പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിനത് ടാക്കിൾ ചെയ്ത് പോകാൻ പറ്റില്ല. അത് ക്വിക്കായിട്ട് പഠിച്ചു പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ ആണെങ്കിലും സംഭവിക്കുന്ന കാര്യം, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഇരിക്കുന്നത്. അപ്പം അതിൽ പലതരത്തിലുള്ള കപ്പാസിറ്റി ലെവലുള്ള പിള്ളേരുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട അറ്റൻഷൻ പേഴ്സൺ ടു പേഴ്സൺ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇതുപോലെയുള്ള റീസൺസ് ആയിരിക്കും കുട്ടികൾ പറയാം. എടുക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് ടീച്ചർ ഇഷ്ടമല്ല, കാരണം അവർക്ക് വേണ്ട അറ്റൻഷൻ അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് റീസൺ. അപ്പോൾ അതിനെ സോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഇവരെ പഠിപ്പിക്കാനായിട്ട് പറ്റും നമുക്ക്.